ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ആണ് നടന്നത്. ബിഗ് ബോസിനെ പറ്റി തന്നെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറയണം, ഇതായിരുന്നു ടാസ്ക്. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അബൌട്ട് ബിഗ് ബോസ്, ഇതാണ് ടാസ്ക്. അപ്പൊ എല്ലാവരും ആ ഒരു ഏരിയയിൽ പോയിരുന്നു, സിറ്റ് ഔട്ടിന്റെ ആ ഏരിയയിൽ പോയിരുന്നു. അനീഷാണ് ആദ്യം പോയി നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അനീഷ് ഒരു വലിയ സ്പീച്ച് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അനീഷ് ഈ ഒരു ടാസ്ക് വായിച്ചപ്പോ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് ഒരു നെടുനീളൻ ഒരു സ്പീച്ച് വെച്ച് കാച്ചാനായിട്ട് വന്നതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന മണ്ടന്മാർക്കൊന്നും ഈ മനുഷ്യന്റെ ഒരു ഇന്റലക്ച്വൽ ലെവലോ ഒന്നും തന്നെ ഇല്ല. അനീഷിനോളം ബുദ്ധിയും വിവരവും ഉള്ള ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഈ സീസണിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ഇന്റലക്ച്വൽ ലെവലാണ് അനീഷിനുള്ളത്. അപ്പൊ പുള്ളി എണീറ്റ് വന്ന് നിന്ന് ഒരു കാര്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്, അത് പറയുന്നതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ 2 തവണ അടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസും പറയുന്നുണ്ട് അനീഷിന്റെ ടാസ്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ബിഗ് ബോസും കൂട്ടു നിൽക്കുന്നുണ്ട് ഇതിന്. അപ്പൊ അനീഷിന് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അടുത്ത ആള് വന്നു നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് ലാസ്റ്റ് അനീഷ് വന്നു നിന്ന് പറയാൻ വന്ന കാര്യം പ്രോപ്പറായിട്ട് പറഞ്ഞു തീർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് വരാനുള്ള ഒരു കാരണം അനീഷ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പുറത്താക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ പോകുന്നുള്ളൂ എന്ന് അനീഷ് പറഞ്ഞതാണ്. ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. അത് കട്ട് ചെയ്ത് കളയാനാണ് സാധ്യത. എല്ലാവരും മറ്റേ മേക്കപ്പ് കിട്ടിയില്ല, ക്ലെൻസർ കിട്ടിയില്ല, പിന്നെ അണ്ടർവെയർ കിട്ടിയില്ല എന്നൊക്കെ നൂറ വന്ന് പറയുന്നത് കേട്ടു. വസ്ത്രം കിട്ടിയില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവർക്കും ആ രീതിയിലുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. അനീഷ് പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് വശമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ചിട്ടയുള്ള ജീവിതം, ഡിസിപ്ലിൻ എന്താണെന്ന് ശരിക്കും പഠിച്ചു. ആ ഡിസിപ്ലിൻ ഉള്ള ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്. അപ്പൊ ഇത് പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട് ഇതിനകത്ത്. അനീഷ് അത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം, എന്നെ പലപ്പോഴും ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ പലരും പറയുന്നത് കേട്ടു കേട്ടോ. ജിസയില്, ഒനിയില് ഇവരൊക്കെ പറയുന്നത് കേട്ട കാര്യങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിന് എന്നെ ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോട് പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്നോട് പോയി ഇരിക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു. എന്നിട്ട് വേറെ ആള് വന്നതെന്ന് പറയാനായിട്ട് പറഞ്ഞു. ആ രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനീഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ അനീഷിനെ വായ അടപ്പിക്കാനായിട്ട് ഇരിക്കുന്നവരാണ് അവിടെ ഭൂരിഭാഗം ആളുകളും. കാരണം അനീഷ് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തൂക്കും, ഇവരുടെ ഒക്കെ ഇട്ട് കീറും അവിടെ. അതുകൊണ്ടാണ് അനീഷിനെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് എല്ലാവർക്കും ഇത്ര മടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ്. പിന്നെ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു, പിന്നെ സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഹിപ്പോക്രിറ്റ് ആണെന്ന് തോന്നുന്നു, ഞങ്ങളെ കൊണ്ട് അടിച്ച് പിരിയിപ്പിച്ചിട്ട് പിന്നെ ഒന്നാക്കാനായിട്ട് ശ്രമിക്കുന്നു, ടാസ്ക് വന്നിട്ട് ആസ്വദിച്ചിരുന്നിട്ട് പിന്നീട് അടി കൂടരുതെന്ന് പറയുന്നു. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാ സീസണിലും കൊടുക്കുന്ന ടാസ്ക് തന്നെയാണ്. അപ്പൊ ഇതാണ് അനീഷിന്റെ ഈ ഒരു സംഭവം. ഇതാണ് ഞാൻ ലൈവിൽ കണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.